ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 34-ാം വാക്യം. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ഈ വാക്യം യേശു ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുകയും കാപട്യത്തിനും ഉള്ളിലെ ഇരുട്ടിനുമെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഈ വാക്യത്തിൽ ഒരു വ്യക്തിയുടെ ആത്മീയ അവസ്ഥയെ ചിത്രീകരിക്കുവാൻ യേശു കണ്ണിൻ്റെ രൂപകം ഉപയോഗിക്കുന്നു. ഈ വാക്യത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുവാൻ അത് സംസാരിച്ച സന്ദർഭം പരിഗണിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഈ ഘട്ടത്തിൽ പരീശന്മാരും ശാസ്ത്രിമാരും ഉൾപ്പെടെയുള്ള ഒരു വലിയ ജനക്കൂട്ടത്തോട് യേശു സംസാരിക്കുന്നുണ്ട്. പരീശന്മാരുടെ കാപട്യത്തിനും ആത്മീയ ഉൾക്കാഴ്ചയുടെ അഭാവത്തിനും അവൻ അവരെ ശാസിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവൻ ആത്മീയ അന്ധകാരത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുമായി ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ഒരു വ്യക്തിയുടെ ആത്മീയ ഉൾക്കാഴ്ചയെയും ധാരണയെയും പ്രതിനിധീകരിക്കാൻ കണ്ണിൻ്റെ രൂപകം ഉപയോഗിക്കുന്നു. കണ്ണ് എന്നത് ദൈവത്തിലും ആത്മാവിൻ്റെ കാര്യങ്ങളിലും വ്യക്തവും അവിഭാജ്യവുമായ ശ്രദ്ധയെ സൂചിപ്പിക്കുന്നു. അതേസമയം തിന്മ നിറഞ്ഞ കണ്ണ് ലൗകികവും സ്വാർത്ഥവുമായ ആഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വികലവും അന്ധവുമായ വീക്ഷണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആത്മീയ വ്യക്തതയും ആത്മീയ അന്ധതയും തമ്മിലുള്ള വ്യത്യാസം ചിത്രീകരിക്കുവാൻ വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ഇമേജറി കർത്താവ് ഇവിടെ ഉപയോഗിക്കുകയാണ്. ഈ വാക്യത്തിൻ്റെ പ്രധാന വിഷയങ്ങളിലൊന്ന് ആത്മീയ വിവേചനത്തിൻ്റെയും ധാരണയുടെയും പ്രാധാന്യമാണ്. ദൈവത്തിലും അവൻ്റെ സത്യത്തിലും വ്യക്തവും അവിഭാജ്യവുമായ ശ്രദ്ധ നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം യേശു ഇവിടെ ഊന്നിപ്പറയുന്നുണ്ട്. ലോകത്തിൻ്റെ ശ്രദ്ധ ശൈഥില്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മുക്തമായ ആത്മാർത്ഥവും ശുദ്ധവുമായ ഒരു ഹൃദയം ഇവിടെ ആവശ്യമാണ്. നമ്മുടെ ആത്മീയ കണ്ണുകൾ ഒറ്റയായിരിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ സത്തയും ദൈവത്തിൻ്റെ സത്യത്തെയും നീതിയുടെയും വെളിച്ചത്താൽ നിറഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് ആത്മീയമായി തിന്മ നിറഞ്ഞ ഇരുട്ടിനാൽ മൂടപ്പെട്ടിരിക്കുന്ന കണ്ണ് അത് ആത്മീയ അന്ധതയുടെയും ധാർമ്മിക അപജയത്തിൻ്റെയും ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ വാക്യത്തിൻ്റെ മറ്റൊരു പ്രധാന വിഷയം ആന്തരിക വിശുദ്ധിയുടെയും സമഗ്രതയുടെയും ആശയമാണ്. നമ്മുടെ ആത്മീയ കണ്ണുകളുടെ അവസ്ഥ നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ ശ്രദ്ധ ദൈവത്തിലും അവൻ്റെ ഇഷ്ടത്തിലുമാണെങ്കിൽ നമ്മുടെ മുഴുവൻ സത്തയും അവൻ്റെ പ്രകാശത്താൽ പ്രകാശിക്കും. എന്നിരുന്നാലും നമ്മുടെ നോട്ടം സ്വാർത്ഥ മോഹങ്ങളിലും ലൗകിക അന്വേഷണങ്ങളിലും പതിഞ്ഞാൽ നമ്മുടെ ആന്തരിക ജീവിതം ആത്മീയ അന്ധകാരവും അഴിമതിയും നിറഞ്ഞതായിരിക്കും. കാപട്യത്തിൻ്റെ അപകടങ്ങൾക്കെതിരെയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ആധികാരികതയും ആത്മാർത്ഥതയും നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തിനെതിരായ ഒരു മുന്നറിയിപ്പായി ഇത് നമ്മോട് സംസാരിക്കുന്നു. ബൈബിളിൻ്റെ പഠിപ്പിക്കലുകളുടെ വിശാലമായ പശ്ചാത്തലത്തിൽ കണ്ണിൻ്റെ പ്രതീകാത്മകത ദൈവശാസ്ത്രപരമായ പ്രാധാന്യവും വഹിക്കുന്നുണ്ട്. തിരുവചനത്തിലുടനീളം കണ്ണ് പലപ്പോഴും ധാരണയുടെയും മനസ്സിലാക്കലിൻ്റെയും ആത്മീയ ഉൾക്കാഴ്ചയുടെയും പ്രതീകമായി ഉപയോഗിക്കാറുണ്ട്. പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങൾ കാണുന്നതിൻ്റെയും മനസ്സിലാക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് യേശു ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. മനുഷ്യാത്മാവിനുള്ളിലെ ദൈവിക സാന്നിധ്യത്തെയും മാർഗനിർദ്ദേശത്തെയും പ്രതിനിധീകരിക്കുന്ന ആന്തരിക വെളിച്ചം എന്ന ആശയവുമായി കണ്ണും ബന്ധപ്പെട്ടിരിക്കുന്നു. ലൂക്കോസ് 11:34 ആത്മീയ വിവേചനത്തിൻ്റെയും വിശുദ്ധിയുടെയും സമഗ്രതയുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കാത്തുസൂക്ഷിക്കുന്നതിനും ദൈവത്തിലും അവൻ്റെ സത്യത്തിലും ഏകാഗ്രത നിലനിർത്തുന്നതിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഇത് നിലനിൽക്കുന്നു. ഒരു കണ്ണുകൊണ്ട് നമുക്ക് ജ്ഞാനത്തിൻ്റെയും
സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൽ നടക്കുവാൻ കഴിയും. എന്നാൽ തിന്മ നിറഞ്ഞ കാഴ്ചകൾ ആത്മീയ അന്ധകാരത്തിനും ധാർമ്മിക അഴിമതിക്കും വിധേയമാണ്. നമ്മുടെ ആത്മീയ കണ്ണുകളുടെ അവസ്ഥ പരിശോധിക്കുവാനും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിശുദ്ധിക്കും ആത്മാർത്ഥതയ്ക്കും വേണ്ടി പരിശ്രമിക്കുവാനും ഈ വാക്യം നമ്മെ വിളിക്കുന്നു. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.